ഒരു തീവണ്ടി മുറി സങ്കല്പിക്കുക. ആ തീവണ്ടി മുറിയിലെ 2 യാത്രക്കാരാണ് ഞാനും നിങ്ങളും. തീവണ്ടി ഒരു സ്ഥലത്ത് ഒരു സ്റ്റേഷനിൽ നിൽക്കുന്നു. യാത്രക്കാർ തീവണ്ടിയിലേക്ക് കയറി വരും. കുറച്ച് പേർ ഇറങ്ങിപ്പോവും. പലപ്പോഴും ഈ തീവണ്ടി യാത്രയെ ജീവിതത്തോട് നമുക്ക് ഉപമിക്കാവുന്നതാണ്. നമ്മൾ പലരെയും കണ്ടുമുട്ടുന്നു. ചിലർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇറങ്ങിപ്പോകുന്നു. തിരിച്ച് നമ്മളും ഈ യാത്രക്കിടയിൽ ഒരിക്കൽ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിപ്പോകും എന്നുള്ളത് നിശ്ചയമാണ്. ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറയാൻ കാരണം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് എത്ര പേരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഗാധമായി സ്നേഹിക്കുന്നവർ, തിരിച്ച് നമ്മളെ സ്നേഹിക്കുന്നവർ പല പല ഘട്ടങ്ങളിൽ ഇറങ്ങിപ്പോകുന്നു. നാളെ ഒരു ഘട്ടത്തിൽ, ഒരു ദിവസം നമ്മളും ഈ തീവണ്ടി മുറിയിലെ യാത്ര അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ ഏറെ നമ്മളെ സ്വാധീനിക്കുകയും ഏറ്റവും സ്നേഹപൂർവ്വം തെളിഞ്ഞു വരുന്ന പല മുഖങ്ങളുമുണ്ട്. അങ്ങനെ ഒരു പങ്ക്തിയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും ചിലപ്പോൾ ദുഃഖമൊക്കെ നൽകി കടന്നു വന്ന അല്ലെങ്കിൽ തിരിച്ചിറങ്ങിപ്പോയ നിരവധി പേരുണ്ടാവും. അങ്ങനെ ഒരാളെക്കുറിച്ച് ഞാൻ ഇന്ന് ആലോചിക്കുകയായിരുന്നു. അത് മറ്റാരുമല്ല, ഡോക്ടർ ഡി ബാബു പോൾ സർ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, ഒരു 35 വർഷം മുമ്പ് ഒരു മാധ്യമപ്രവർത്തകനായി തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പ് കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ MA പഠിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു സമ്മേളന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുകയും ആരാധനാപൂർവ്വം ഞാൻ ആൾക്കൂട്ടത്തിൽ കൂടി നടന്ന് VJT ഹാളിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ചെന്ന് അദ്ദേഹത്തോട് 1 മിനിറ്റ് സംസാരിച്ചു. കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റിയിൽ MA പഠിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി സംസാരിച്ചപ്പോൾ തുടങ്ങിയ അന്ന് എൻ്റെ കയ്യിൽ അദ്ദേഹം 1 മിനിറ്റോളം അങ്ങനെ പിടിച്ചു നിന്ന് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് നമ്മോട് വിട പറയുന്നത് വരെ ഏറ്റവും അഗാധമായ, എനിക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ ആ അദ്ദേഹത്തോടൊപ്പം നമ്മൾ ഞാൻ ചെലവഴിച്ച സമയം, സംസാരിച്ച സമയം ഒക്കെ ഏറ്റവും അമൂല്യമായി തോന്നുന്നത്. ചിലത് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ മൂല്യം നമുക്ക് എത്രയെന്ന് മനസ്സിലാവുക എന്ന് മഹാന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. ബാബു പോൾ സാറിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, അദ്ദേഹം അറിയില്ലാത്ത കാര്യങ്ങൾ എനിക്കതേക്കുറിച്ച് അധികം അറിയില്ല, അല്ലെങ്കിൽ എനിക്കതിനെക്കുറിച്ച് ആഴത്തിൽ അറിയില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം പലപ്പോഴും അദ്ദേഹം പല വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേസമയം അതേ അറിയില്ല എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് തന്നെ ഒരു മാസത്തിന് ശേഷം അല്ലെ 2 മാസത്തിന് ശേഷം അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം വളരെ പണ്ഡിതോചിതമായ രീതിയിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും അദ്ദേഹം പറയും, അന്ന് നീ ഇരുന്ന് സംസാരിച്ചപ്പോൾ ആ വിഷയം ഞാൻ അതേക്കുറിച്ച് അധികം ആലോചിച്ചിരുന്നില്ല, പിന്നീട് ഞാൻ അതേക്കുറിച്ച് വായിച്ചു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ളവരോട് സംസാരിച്ചു. അങ്ങനെ അറിവിൻ്റെ പിന്നാലെയുള്ള ഒരു യാത്രയായിരുന്നു എപ്പോഴും ബാബു സാറിൻ്റേത്. എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരാളായിട്ട് പോലും പലപ്പോഴും ഞാൻ കലാകൗമുദി മുതൽ 35 വർഷം പല സ്ഥലങ്ങളിൽ മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്ത സന്ദർഭങ്ങളിലൊക്കെ ഇത്രമാത്രം നമുക്ക് ഒരു ഊർജം പകരുന്ന തരത്തിൽ, നമുക്ക് യാതൊരു തരത്തിലും നമുക്കൊരു അൺകംഫർട്ട് തോന്നാത്ത തരത്തിൽ എപ്പോഴും സംസാരിക്കുകയും, അത് പലപ്പോഴും ഫോണിൽ സംസാരിക്കാൻ അദ്ദേഹം വ്യക്തിപരമായി എൻ്റെ അടുത്ത് അധികം താല്പര്യം കാണിച്ചിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും വളരെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ടാവുക. ഞാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷവും ഫോൺ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം ചോദിക്കുക, എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പോൾ എപ്പോഴാണ് കാണുക? അപ്പോൾ നമ്മളൊരു സമയം പറയുമ്പോൾ സാധാരണഗതിയിൽ അദ്ദേഹം ഈ അതിരാവിലത്തെ സമയം പലപ്പോഴും കാണാൻ അദ്ദേഹത്തിന് അത്ര സന്തോഷമായ സമയമെല്ലാം തോന്നുന്നു. കാരണം പതുക്കെ എണീറ്റ് അദ്ദേഹം ലൈവായി വരാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള 99% സന്ദർശന സമയങ്ങളും രാവിലെ 11 മണിയാണ്. പിന്നെ വൈകിട്ട് ഒരു 4-4:30 മണി സമയം ഞാൻ ക്യാമറയായിട്ടും അല്ലാതെ പ്രിൻ്റ് മീഡിയയിൽ നിന്നുമൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് വളരെ മണിക്കൂറുകൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഒരിക്കൽ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം കുറേ നേരം സംസാരിച്ചത്, നമ്മൾ മീൻ വളർത്തുമല്ലോ, ചെറിയ ഇതിൽ നമ്മൾ മീൻ വളർത്തുന്ന കൗതുകമുള്ള ആൾക്കാർ മീൻ വളർത്തുന്നതിൻ്റെ അതിൻ്റെ ഒരു രസതന്ത്രം, അതിൻ്റെ ഒരു രസം, അതിൻ്റെ ഒരു സയൻറ്റിഫിക്കായിട്ട് എന്തുകൊണ്ടാണ് ഒരാൾ മീൻ വളർത്തുക, മീൻ വളർത്തുന്നതിൽ കൗതുകം കണ്ടെത്തുക, അല്ലെങ്കിൽ
പക്ഷികളെ സ്നേഹിക്കുന്ന ഒരാളുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഒരു കർഷകന് കിട്ടുന്ന സന്തോഷം എന്താണ്? ബൈബിളിലെ പല കഥകളും, നമ്മൾ കേൾക്കാത്ത പല കഥകളും കഥാപാത്രങ്ങളെയും കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ രസകരമായ രീതിയിൽ ഇത്രമാത്രം മനോഹരമായിട്ട് കഥകൾ പറയുന്ന കഥ പറയുമ്പോൾ എം.എൻ. ഗോവിന്ദൻ നായരാണെങ്കിലും അച്യുത മേനോനാണെങ്കിലും, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ കൂടുതലും CPI നേതാക്കന്മാരായിരുന്നു. അച്യുത മേനോൻ, എം.എൻ. ഗോവിന്ദൻ നായർ, അങ്ങനെ ഓരോ P.K. വാസുദേവൻ നായർ, E. ചന്ദ്രശേഖരൻ നായർ, ഇങ്ങനെ ഈ CPI അന്നത്തെ CPI നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് അല്പം അവരോട് ആദരവ് കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഇവൻ നയനാരെ കുറിച്ചാണെങ്കിലും കെ കരുണാകരനെ കുറിച്ചാണെങ്കിലും നമ്മുടെ A.K. ആന്റണിയെ കുറിച്ചാണെങ്കിലും പിണറായിയെ കുറിച്ചാണെങ്കിലും ഒക്കെ വളരെ വസ്തുനിഷ്ഠമായി അവരിൽ നിന്ന് അദ്ദേഹത്തിന് വ്യക്തിപരമായി ഉണ്ടായ അനുഭവങ്ങൾ കൃത്യമായി പറയാനും അത് കൃത്യമായി അടയാളപ്പെടുത്താനും അദ്ദേഹം ജീവിതത്തെ ഇത്രമാത്രം പ്രസാദാത്മകമായി അടയാളപ്പെടുത്താനും ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ വളരെ അപൂർവമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ അദ്ദേഹം BJP-യിൽ പോയി എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഒരു വലിയ വാർത്ത വരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചത് ശരിക്കും അതിന് ഘടകവിരുദ്ധമായിട്ടാണ്. അദ്ദേഹം BJP അല്ലെങ്കിൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നപ്പോൾ എന്തൊക്കെയോ ലക്ഷ്യം വെച്ചിട്ട് അദ്ദേഹം BJP-യോട് അനുഭവം കാണിക്കുന്നുവെന്ന് പല സുഹൃത്തുക്കളും, ഇടതുപക്ഷ സുഹൃത്തുക്കളും എന്നോട് പറയുണ്ടായി. പക്ഷേ ഒരിക്കൽ ഞാനത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിന് തന്ന വിശദീകരണം യാതൊരു തരത്തിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു മമത പ്രത്യേകിച്ച് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അത് ആ രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, രാഷ്ട്രീയത്തോടൊക്കെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നന്മകളെ ആ തരത്തിൽ മനസ്സിലാക്കാനും കോൺഗ്രസിൻ്റെ ഒരു ദേശീയ സാധ്യതയെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനിവാര്യത കോൺഗ്രസിൻ്റെ അത് എങ്ങനെയാണെന്ന് വ്യക്തമായി പറയാനും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അഴിമതി പോലെയുള്ള കാര്യങ്ങളിൽ നിലപാടെടുക്കുന്ന വ്യക്തികളെക്കുറിച്ച്, നേതാക്കന്മാരെക്കുറിച്ച് പറയാനും ഒന്നും അദ്ദേഹം മടിച്ചിട്ടില്ല. പലപ്പോഴും ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയമാകുമ്പോൾ ഈ ചാനലിൽ ജോലി ചെയ്യുന്ന പലരും, ഞാൻ ഉൾപ്പെടെ പലരും സാറിനെ കാണാൻ ചെല്ലുമ്പോൾ എപ്പോഴും എൻ്റെ അനുഭവം, ഞാൻ 2000 കൈരളി ചാനലിൽ ജോലി ചെയ്യുന്ന ആ സമയം മുതൽ പല വർഷങ്ങളിലും ഒരു നവംബർ അവസാനമൊക്കെ സാറിനെ വിളിച്ചിട്ട് ഒന്ന് കാണണം എന്ന് പറയും. അപ്പോൾ തന്നെ സാറിനറിയാം ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഒരു ബൈബിൾ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള സംഗതികളുടെ കണ്ടൻറ് ഉണ്ടാക്കാനാണ് സാറിൻ്റെ അടുത്ത് ചെല്ലുന്നതെന്ന് നന്നായിട്ട് സാറിനറിയാം. തീർച്ചയായിട്ടും ഞാൻ ചെല്ലുന്നത് അതിനാണെന്നറിയാം. അപ്പോൾ സാറ് ഓരോ സമയത്തും സംസാരിക്കുമ്പോൾ എത്രയെത്ര പുതുമയുള്ള പ്രോഗ്രാമുകളാണ് സാറ്. ഈവൻ ആരും KP അപ്പൻ സാറിൻ്റെ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന് പറയുന്ന പുസ്തകം വന്നു കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ഞാൻ സാറിനെ കാണുമ്പോൾ, സാറ് ക്രിസ്മസ് ന്യൂ ഇയർ സമയമാണ്, ചില പുതിയ പ്രോഗ്രാമുകൾ ചെയ്യണം, അപ്പോൾ എന്താണ് നമുക്ക് ആലോചിക്കാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ പുസ്തകം വായിച്ചതാണ്, പക്ഷേ എനിക്കങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ള ഒരു ആലോചന വന്നില്ല. പക്ഷേ അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, KP അപ്പൻ്റെ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം അതൊരു ഗംഭീര പുസ്തകമാണ്, ആ പുസ്തകത്തെക്കുറിച്ച് ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തൊരു പ്രോഗ്രാം ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ ബൈബിളിലെ നമ്മൾ ആരും കാണാത്ത കേൾക്കാത്ത പല കണ്ടൻറ്റുകളും, അത് ടെലിവിഷനിൽ പ്രോഗ്രാം ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ലേഖന രൂപത്തിൽ എഴുതാനാണെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ പലപ്പോഴും നമുക്ക് പുതിയ വെളിച്ചം തരുന്ന പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ലോകം എനിക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നെപ്പോലെ എത്രയോ പേർ പല കാലങ്ങളിൽ ബാബു സാറിൻ്റെ വിജ്ഞാനത്തിന് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിന് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ അതിഗാഠമായ ചില ഇഷ്ടങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ നശ്വരതയും അനശ്വരതയും എന്താണെന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങൾ, ഇതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ജീവിച്ച കാലത്ത് നമ്മൾ പലപ്പോഴും പിന്നീട് ആലോചിക്കുമല്ലോ, ആ സമയത്ത് അവരുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി എന്ന് ആലോചിക്കാറുണ്ടല്ലോ. അങ്ങനെ പലപ്പോഴും ഞാൻ ആലോചിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു പേരാണ് ഡോക്ടർ D. ബാബു പോൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിതത്തെ ഒരു തീവണ്ടി മുറിയായി അല്ലെങ്കിൽ ഒരു തീവണ്ടിയായി സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മൾ നിരവധി പേരെ ഈ യാത്രയിൽ കണ്ടുമുട്ടും. അതിൽ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവർ ഇടയ്ക്ക് ചില സ്റ്റേഷനുകളിൽ ഇറങ്ങിപ്പോവും, മറ്റൊരു സ്റ്റേഷനിൽ നമ്മളും ഇറങ്ങിപ്പോവും. അപ്പോഴൊക്കെ ശരിക്കും ആ തീവണ്ടി യാത്രയിൽ നമുക്ക്
നമ്മുടെ സഹയാത്രികർ നമുക്ക് തന്ന നല്ല ഓർമ്മകളും, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രസാദമധുരമായ രീതിയിലുള്ള സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞവരും നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നമ്മോടൊപ്പം ഉണ്ടാവും. അങ്ങനെയുള്ള യാത്രകളാണ് എപ്പോഴും ഏറ്റവും നമ്മൾ ഓർത്ത് വയ്ക്കുക. അത്തരമൊരു യാത്രയാവണം ജീവിതം എന്ന് എനിക്ക് തോന്നാറുണ്ട്.